കാര്യം ഗൈഡ് ലൈൻ. ഗൈഡ് എന്ന് പറഞ്ഞാൽ എന്താ? ആരാണ് ഗൈഡ്? വഴികാട്ടി. അപ്പം നമ്മുടെ നല്ലൊരു വഴികാട്ടിയാണെങ്കിൽ നമുക്ക് എന്തുണ്ടാവും? നമ്മൾ വഴി തെറ്റില്ല. അവസാനിക്കുന്ന ഒരു വഴി തെറ്റില്ലല്ലോ, ഇല്ല. അപ്പോൾ ആ ഗൈഡ് ലൈൻ നമ്മളെടുക്കുന്നത് മിസ്സിങ് വന്നു കഴിഞ്ഞാൽ എന്തുണ്ടാവും? പോകുന്ന വഴികൾ മുഴുവൻ തെറ്റി കൊച്ചിയിലേക്ക് പോയ ആൾ കൊയിലാണ്ടിയിലേക്ക് എത്തും അല്ലേ? അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് വേണം? എപ്പോഴും എവിടെ നിന്നാണ് എപ്പോഴും നമ്മൾ കട്ടിങ്ങിലെ ലെങ്ത്തൊക്കെ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്ന ഒന്നാണ് ഗൈഡ് ലൈൻ. എന്തായിരിക്കും എന്നൊക്കെ നമുക്ക് എത്രത്തോളം, അതായത് നമ്മളും ഡിസൈഡ് ചെയ്യുന്നത് കൂടാതെ ലെങ്ത്തൊക്കെ എത്ര വേണം. ഇപ്പോൾ ലെയറൊക്കെ ചെയ്യുന്ന സമയത്ത് ഗൈഡ് ലൈൻ ആദ്യമേ നമ്മൾ കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും നമ്മുടെ ലെങ്ത്തിലൊന്നും നമുക്ക് മിസ്സിങ് വരില്ല. അപ്പോൾ ഇവിടെ ഫേസ് ഫ്രെയിമിങ് കട്ട് നമ്മൾ ചെയ്യണത് നമ്മുടെ പൊസിഷന് കട്ടിങ്ങിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഫേസ് ഫ്രെയിം കട്ടുകൾ നമ്മൾ ചെയ്യുമ്പോൾ ക്ലയൻറ്റിൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ടാണ് നമ്മൾ കട്ട് ചെയ്യുക. മനസ്സിലാവുന്നുണ്ടോ? ഓരോ കട്ടിങ്ങിൽ ചില ലെയേഴ്സൊക്കെ ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ മൂവ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റൂ. മനസ്സിലാവുന്നുണ്ടോ? അപ്പം അതിന് വേണ്ടി നമ്മൾ ആദ്യം തന്നെ ഗൈഡ് ലൈൻ കട്ട് ചെയ്യണം. ഗൈഡ് ലൈൻ നമ്മൾ കട്ട് ചെയ്യേണ്ടത് എവിടെ നിന്നാണ്? നമ്മൾ ഫ്രണ്ട് ഓഫ് പ്രൊഫൈലിൻ്റെ ഫ്രണ്ട്, ഇത് ബാക്ക് ഓഫ് പ്രൊഫൈലാണ്. ഇപ്പോൾ നമ്മൾ ആ സെക്ഷൻ എടുക്കാത്തതുകൊണ്ട് ആ ടേം യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ നിന്ന് നമ്മളൊരു പിരമിഡ് സെക്ഷൻ എന്ന് പറയും, ഒരു ട്രയാങ്കിൾ ഷേപ്പിലുള്ള സെക്ഷൻ എടുക്കാം. സ്മോൾ സെക്ഷൻ എന്ന് പറയാറുണ്ട് അതിന്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളതിൻ്റെ ഹോഴ്സ് ഷൂസ് എന്നൊരു സെക്ഷൻ എടുക്കുന്നത്, ഒരു സി പോലുള്ള സെക്ഷൻ, അതിൻ്റെ ഹോഴ്സ് ഷൂ സെക്ഷൻ എന്നാ പറയാം. ഓക്കെ, നമ്മൾ ഈ രണ്ട് സെക്ഷൻ ഹെയർ ഒത്തിരി ഡ്രൈ ചെയ്യും, ഇപ്പോൾ വെറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഓക്കെ, നന്നായി ഡ്രൈ ആയി ഹെയർ. സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് എടുക്കുന്നത്. നമുക്കിപ്പോൾ ഒരു പിരമിഡ് സെക്ഷൻ എടുക്കാം. പിരമിഡ് സെക്ഷൻ, ട്രയാങ്കിൾ സെക്ഷൻ എടുക്കാം, അല്ലെങ്കിൽ ഒരു എ സെക്ഷൻ എടുക്കാം. എ സെക്ഷൻ മനസ്സിലായില്ലേ? എത്ര കുറച്ചെടുക്കാൻ പറ്റും അത്രയും കുറച്ച് നമുക്ക് ഗൈഡ് ലൈൻ എടുത്താൽ മതി. ഒത്തിരി സ്പ്ലിറ്റ് ചെയ്ത് പോയി ഹെയർ ഉണ്ട്, അതുകൊണ്ട് കുറച്ചും കൂടി വോളിയത്തിൽ എടുക്കണം, കൺഫ്യൂഷൻ ഇല്ലാതിരിക്കാൻ വേണ്ടി. കണ്ടോ? ഇപ്പോൾ ഡ്രൈ ഹെയർ ആണ്, കോംബ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഒത്തിരി കൺഫ്യൂഷൻ. ഇത് വെറ്റാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി നമുക്ക് കംഫർട്ടബിൾ ആണ്. പ്രോപ്പറായിട്ട് എല്ലാ ഹെയറും ഇതിന് കിട്ടും. എത്ര കുറവെടുക്കുന്നു? ഇല്ല, അങ്ങനെ ഇല്ല. ആ ഹെയർ സെപ്പറേറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കും. അതുകൊണ്ട് എത്രത്തോളം കുറച്ചെടുക്കാൻ പറ്റുന്നു ഗൈഡ് ലൈൻ അത്രയും കുറച്ച്. ഇത്രയും ശരിക്കും എടുക്കാൻ പാടില്ല, നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ടാണ്. ഗൈഡ് ലൈൻ ഇത്ര എടുക്കാൻ പാടുള്ളൂ. എത്ര കുറച്ചെടുക്കാൻ പറ്റുന്നു അത്ര. ക്ലാസ് ചെയ്യുന്നവരും കൂടിയാണ്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്തു? നേരെ ഗൈഡ് ലൈൻ എടുക്കുകയാണ്. ഈ സൈഡിൽ നിന്നും കൂടി ഓൾമോസ്റ്റ് ഒരു ട്രയാങ്കിൾ സെക്ഷൻ നേരെ കോംബ് ചെയ്ത് കൊണ്ടുവന്നു. നന്നായി സ്കാൽപ്പിനോട് ചേർത്ത് കോംബ് ചെയ്ത് വന്നു. മനസ്സിലായോ? വെറ്റ് ചെയ്താലാണ് ഇതൊക്കെ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. നേരെ കോംബ് ചെയ്തു. ഗൈഡ് ലൈൻ മാത്രം ഞാൻ 0 ഡിഗ്രിയിലാണ് കട്ട് ചെയ്യാൻ പോകണം. 0 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ക്ലയൻറ്റിൻ്റെ ബോഡിയിൽ ടച്ച് ചെയ്യുന്നുണ്ട്. ഇവിടുന്ന് ഈ ബാക്ക് സൈഡിൽ നിർത്താൻ ഇതാണ് 0 ഡിഗ്രി. ഇത്ര പോയിന്റ് അത് 0 എന്ന് മാറി. ഇപ്പോൾ ഓൾമോസ്റ്റ് നിങ്ങൾക്ക് 0 ആയിട്ട് തോന്നുന്നുണ്ടാവും അല്ലേ? 0 അല്ലേന്ന് തോന്നുന്നുണ്ട്. പക്ഷേ ഇതിപ്പോൾ ഓൾമോസ്റ്റ് 35 ഡിഗ്രിയിലാണ് നിൽക്കണം. 0 35ലേക്ക് പോയി. മനസ്സിലാവുണ്ടോ? 0 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഏറ്റവും ടച്ച് ചെയ്തത്. അപ്പം നമുക്ക് ഇവിടെ ഗൈഡ് ലൈൻ പല ലെങ്ത്തിലെടുക്കാം. ഇത് ഫേസ് ഫ്രെയിമിങ് ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? നോസ് ലെവൽ എടുക്കാം, ലിപ്പ് ലെവൽ എടുക്കാം, ചിൻ എടുക്കാം, ബിലോ ചിൻ എത്ര വേണമെങ്കിലാണ്. അങ്ങനെ ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ടുള്ള ക്ലയൻസിനും നമുക്കും തോന്നുന്നത് ഓൾമോസ്റ്റ് ജസ്റ്റ് ഈ ചിന്നിൻ്റെ ലെങ്ത്തിലെടുക്കലാണ്. കുറച്ചും കൂടി ബിലോ ചിൻ നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം. ഇപ്പോൾ ക്ലയൻറ്റ് ലെങ്ത്ത് ഒത്തിരി വേണം, ഇപ്പോൾ ആൾക്ക് ലെങ്ത്ത് വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കുറച്ചും കൂടി ലെങ്ത്ത് കൂട്ടിയെടുക്കാം. അപ്പോൾ എത്രത്തോളം ഷോർട്ടാണ് ലിപ്പ് ലെവലൊക്കെ വെച്ചാൽ നല്ല ഭംഗിയുണ്ടാവും കാണാൻ. കാരണം ഇവിടെ തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യും. ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ ഇവിടെയൊക്കെ നമ്മൾ ഏജ് നോക്കണ്ട. ഒരാളുടെ ഏജ് നോക്കിയിട്ട് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ബിലോ ചിന്ന് വേണ്ട. ഓക്കെ, നമ്മൾ സ്കാൽപ്പിനോട് ചേർത്ത് കോംബ് ചെയ്ത ശേഷം ശ്രദ്ധിക്കുക. ഇവിടെ നിന്ന് ഞാൻ ഹോൾഡ് ചെയ്തു. എവിടെ നിന്നാണ് കോംബ് ചെയ്ത് പെർഫെക്റ്റ് ആക്കി അവിടെ തന്നെ ഹോൾഡ് ചെയ്യണം. ദെൻ നേരെ താഴോട്ട് വന്നു. 0 ഡിഗ്രി ഉണ്ടോ? ഇതിലാവുന്നുണ്ടോ? ജസ്റ്റ് ബിലോ ചിൻ വെച്ചിട്ട് ഇത്തിരി ഞാൻ പൊടിക്കും കൂടി ഇറക്കിയിട്ട് കട്ട് ചെയ്യുന്നത്. ആൾക്ക് കുറച്ചും കൂടി എനിക്ക് വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ വെച്ചാൽ ഞാൻ കട്ട് ചെയ്യാൻ പോവാണ്. കട്ടിങ് ചെയ്യുന്നത് സ്ട്രെയിറ്റ് കട്ട്. ഇത് ഫുള്ള് സ്ട്രെയിറ്റ് കട്ടാണ് ചെയ്യണത് കേട്ടോ. സ്ട്രെയിറ്റ് കട്ട് ഇവിടെ വെച്ച് ലോക്ക് ചെയ്താൽ നമുക്ക് എവിടെ വേണ്ടതും കട്ട് ചെയ്യാൻ പറ്റും. മനസ്സിലാവുന്നുണ്ട്? ഇവിടെ വെച്ച് നമ്മൾ ഇതിൽ ലോക്ക് ചെയ്യാന്നാണ് പറയുക. ലോക്ക് ചെയ്ത ശേഷം ഏത് ആംഗിൾ കൊണ്ടും കട്ട് ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ ഫുൾ ഹെയർ ഇങ്ങനെ കട്ട് ചെയ്യേണ്ടതായിരുന്നു. നമുക്ക് 2 ആംഗിളിലേക്കുള്ള 2 സൈഡിലേക്കുള്ള ഗൈഡ് ലൈൻ കിട്ടി. മനസ്സിലായില്ല? ആ സെക്ഷൻ ക്ലിപ്പ് ചെയ്ത് വെച്ചോ. സെക്ഷൻ ഇങ്ങനെ ഹെയർ എടുക്കുന്നതിൻ്റെ പേരാണ് വെർട്ടിക്കൽ സെക്ഷൻ. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നമ്മൾ നോട്ട് ചെയ്ത് നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ ആദ്യം ഗൈഡ് ലൈൻ കട്ട് ചെയ്തു. ദെൻ ഏകദേശം 1 ഇഞ്ച് തിക്നെസ്സിൽ
ഞാൻ എടുത്തു. നമ്മൾ എടുക്കുന്ന സെക്ഷൻ്റെ പേര് വെർട്ടിക്കൽ സെക്ഷൻ. വെർട്ടിക്കൽ ഇത് മനസ്സിലായി റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ഇത് കഴിയുന്നതോടുകൂടി വെർട്ടിക്കലും ഹൊറിസോണ്ടലും ഡയഗണലും ഒക്കെ മനസ്സിലാവണം. ഇതിന് ശേഷമാണ് നമ്മൾ ഈ പറഞ്ഞ സബ് സെക്ഷൻ, നമ്മൾ ഡയഗണൽ ബാക്ക്വേർഡ് ഡയഗണൽ ഫോർവേഡ് എന്നൊക്കെ കുറേ സെക്ഷൻ വരും. അപ്പോൾ നമ്മളിപ്പോൾ എടുക്കുന്നത് വെർട്ടിക്കൽ സെക്ഷൻ. സ്കാൽപ്പിനോട് ചേർത്ത് കോംബ് ചെയ്തു. നമ്മുടെ ആങ്കിൾ 45 ഡിഗ്രിയാണ്. ഇതാണ് 0 ഡിഗ്രി. ഇത് ഡിഗ്രീസ് മനസ്സിലാക്കുന്നത് എങ്ങനെയാ വെച്ചാൽ നമ്മൾ എടുക്കുന്ന ഹെയറിൻ്റെ ആ ആംഗിൾ നമ്മളൊരു പ്രൊട്ടക്ടർ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? ഇവിടെ ഒരു മട്ടോക്കൺ കൺസെപ്റ്റ് നിങ്ങൾ കൺസിഡർ ചെയ്യുക. ഇവിടെയാണ് 0 ഡിഗ്രി, ഇത് 90 ഡിഗ്രി, ഇത് 180 ഡിഗ്രി അല്ലേ? മനസ്സിലായോ? മട്ടക്കോണിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ടാവില്ലേ 0 to 180. അപ്പോൾ അതിലിപ്പോൾ ഞാൻ ഇവിടെ ഇതാണ് എൻ്റെ ഗൈഡ് ലൈൻ്റെ നേരെ ഞാൻ ഇങ്ങനെ വെച്ചു. എവിടെ എൻ്റെ 0 ഡിഗ്രി? ഇവിടെ. 180 ഇവിടെ. നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് 17,000 മാർക്കാക്കി തന്നത് ഇങ്ങനത്തെ കുറേ സംഭവങ്ങളാണ്. 35 മുകളിലേക്കൊന്നും പോയിട്ടില്ലേ. അപ്പോൾ അന്ന് ഇതിൻ്റെ ഗുണം എന്താണെന്ന് നമുക്ക് മനസ്സിലാവില്ലായിരുന്നു. അതുകൊണ്ട് അതവിടെ വെച്ചിരുന്നു. എന്താ നമുക്ക് ആവശ്യം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ 45 ഡിഗ്രി എന്ന് പറയുമ്പോൾ നമ്മൾ ഏകദേശം ഈ മൂക്ക്, നിങ്ങൾക്കത് മനസ്സിലാക്കാൻ എളുപ്പത്തിന് ഇപ്പോൾ ചെയ്യേണ്ടത് മൂക്കിന് നേരെ ഇതാണ് 45 ഡിഗ്രി. അപ്പം അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. മനസ്സിലാണോ? 45 ഡിഗ്രി ആംഗിളിൽ നമ്മൾ കൊണ്ടുവന്ന ശേഷം നേരെ ഞാൻ കൊണ്ടുവന്നു. സി മൈ ഗൈഡ് ലൈൻ. കണ്ടോ? ഗൈഡ് ലൈൻ കണ്ടോ? ഗൈഡ് ലൈൻ നോസിന് നേരെ ആയിരിക്കണം. ഗൈഡ് ലൈൻ നോസിന് നേരെ ആയിരിക്കണം. ഈ ഹെയർ മൊത്തമില്ല. ഒത്തിരി ഹെയർ നമ്മളെടുത്ത് ഗൈഡ് ലൈൻ കട്ട് ചെയ്തുള്ള പ്രശ്നം എന്താ ഉണ്ടാവുക? നമ്മൾ ഇതിന് മൊത്തം ഗൈഡ് ലൈനായിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ ലെങ്ത്തിൽ വേരിയേഷൻ വരും. ഗൈഡ് ലൈൻ വെച്ച് ഞാൻ കട്ട് ചെയ്യുന്നു. സ്ട്രെയിറ്റ് കട്ട്. മനസ്സിലാവണ്ട? ന്യൂസ് പേപ്പർ കട്ട് ചെയ്യണമെന്ന് ഒറ്റ കട്ടിങ് ചെയ്യരുത്. കട്ടിങ് ഇങ്ങനെയാണ് കട്ട് ചെയ്ത് പോകുന്നത്. ഫുൾ ഓപ്പൺ ആവണം. ടിപ്പ് വെച്ചിട്ടായിരുന്നു ഞാൻ. അപ്പോൾ ഈ സിസേഴ്സ് നമുക്ക് ഒരുപാട് കാലം യൂസ് ചെയ്യാം. 7,000-ൻ്റെ 8,000-ൻ്റെ കണ്ടല്ലോ ഇവിടെ സിസേഴ്സ് നമുക്ക് ഒരുപാട് വർഷം യൂസ് ചെയ്യാം. കട്ടിങ് അത്ര ഈസിയാവും, പെർഫെക്റ്റ് ആവും. പക്ഷെ അതേസമയം നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്ത് പോയി ഒറ്റ കട്ടിന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ സിസേഴ്സ് വേഗം കംപ്ലൈൻറ്റ് വരും. അല്ലാതെ ഒരുപാട് വർഷങ്ങളോളം നമുക്ക് സിസേഴ്സ് യൂസ് ചെയ്ത് പോകും പ്രോപ്പർ കട്ടിങ് ആണെങ്കിൽ. റസ്റ്റിംഗ് മോഡാണ്. കണ്ടോ? കോമ്പ് കയ്യിലുണ്ട്. ഇനി എൻ്റെ ഗൈഡ് ലൈൻ ഞാൻ എടുത്തു അല്ലേ? ഈ ഹെയർ മുഴുവൻ ഗൈഡ് ലൈൻ അല്ല അടുത്ത കട്ടിങ്ങിൻ്റെ. ആരാ പറഞ്ഞാണ്? എപ്പോഴും ഗൈഡ് ലൈൻ. ഇത് നിങ്ങൾ ആരും കേട്ടിട്ടുണ്ടാവില്ല. ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞുതരാം. ഗൈഡ് ലൈൻ എന്ന് പറഞ്ഞാൽ ഇനി കട്ട് ചെയ്യാൻ ഉള്ള മുടിയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന കട്ട് ചെയ്ത ആ ഒരു ഹെയറാണ് ഗൈഡ് ലൈൻ. ഈ സെക്ഷൻ മുഴുവനാണ് ഗൈഡ് ലൈൻ. മനസ്സിലാവുന്നുണ്ടോ? അപ്പം ഞാൻ മാക്സിമം കുറവ് എടുക്കുകയാണ്. ഏറ്റവും കുറച്ച് ഞാൻ ഗൈഡ് ലൈൻ എടുക്കുകയാണ്. കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി വോളിയത്തിൽ എടുക്കാം കേട്ടോ. ദെൻ അഗെയിൻ എന്ത് സെക്ഷൻ? വെർട്ടിക്കൽ സെക്ഷൻ. സ്കാൽപ്പിനോട് ഞാൻ ചേർത്തു, കോംബ് ചെയ്തു. എൻ്റെ കട്ടിങ് ഇങ്ങനെ കുറഞ്ഞ് ഇവിടെ ഇങ്ങനെ വന്നിട്ട് ഓർമ്മയില്ല, അത് കട്ട് ചെയ്യരുത്. കട്ടിങ് എന്താണ്? സ്ട്രെയിറ്റ് കട്ട്. ഓട്ടോമാറ്റിക്കലി എൻ്റെ കൈ ടേൺ ചെയ്ത് ഇവിടേക്ക് വരണം. മൈ ഗൈഡ് ലൈൻ. സംശയം ഉണ്ടെങ്കിൽ ഞാനിങ്ങനെ വെച്ച് നോക്കാം. നോസിൻ്റെ ബ്രിഡ്ജിൻ്റെ നേരെ സ്ട്രെയിറ്റ് അല്ലേ? മനസ്സിലായില്ലേ? ഒട്ടും കട്ടിയാത്ത ആൾക്കാർ ആരൊക്കെയാ? കട്ടിങ് ഭയങ്കര പേടിയുള്ളവരാരൊക്കെയുള്ള? നല്ല പേടിയാ? വാ. അവസാനം എന്തായാലും കുറച്ച് സെക്ഷൻ എടുക്കുമ്പോൾ ഇത്ര മുടിയായിട്ടൊന്നും വരാൻ പാടില്ല. മനസ്സിലാവണ്ട? ഒരു ഈക്വൽ പോർഷനുള്ള വോളിയം ഉള്ള ഒരു ഈക്വൽ 1 ഇഞ്ചിൻ്റെ ഒക്കെ ആയിട്ട് നമ്മൾ അങ്ങനെ ഡിവൈഡ് ചെയ്യണം. തീരെ തിന്നായിട്ട് ആ ഫൈനൽ സെക്ഷൻ ഒന്നും വരാൻ പാടില്ല. ഗൈഡ് ലൈൻ ഒത്തിരി കൂടിപ്പോയില്ലേ? ഗൈഡ് ലൈൻ കൂടി പോകുമ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കോംബ് ചെയ്ത് കൊണ്ടുവന്നു ഇല്ല എടുത്തോട്ട് അങ്ങനെ തന്നെ കോംബ് ചെയ്തു. ഫുള്ളായിട്ട് കോംബ് ചെയ്തു. അത് നമ്മൾ മാറുന്ന അനുസരിച്ചിട്ട് ആ ഡിഗ്രിയിൽ വ്യത്യാസം വരും. ഇപ്പോൾ ഇവിടെ 90 എന്ന് പറയുന്നത് അപ്പുറത്തെ പോയിന്റ് അത് 180 ആവും. അപ്പോൾ അതാണ് നമുക്ക് കൺഫ്യൂഷൻ വരിക. ഇവിടെ എന്താ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി വോളിയത്തിൽ നമ്മൾ ഗൈഡ് ലൈൻ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഗൈഡ് ലൈനായിട്ട് എടുക്കുന്ന ഭാഗം ഏതാണ്? ഇതാണ് ഗൈഡ് ലൈനായിട്ട് എടുക്കുന്നത്. നമ്മുടെ ആക്ച്വൽ ഗൈഡ് ലൈൻ ഇവിടെയാണ്. അപ്പോൾ ഇവിടെ വെച്ച് നമ്മൾ കട്ട് ചെയ്ത പ്രോബ്ലം എന്താ ഉണ്ടാവുക? ഹെയർ. മനസ്സിലായില്ല എല്ലാവർക്കും? ഇവിടെ നമ്മൾ കൊണ്ടുവന്നു, ഇവിടെ വെച്ച് നമ്മൾ കട്ട് ചെയ്തു. പക്ഷേ ഇങ്ങോട്ട് മൂവ് ചെയ്യണമായിരുന്നു. ലെങ്ത്ത് കുറച്ച് വ്യത്യാസം വന്നുണ്ടോ? അതിനനുസരിച്ച് ഇവിടെ ഷോർട്ടായി പോകും. നമുക്ക് ഇവിടെ വരുംതോറും ലെങ്ത്ത് കൂടി വരിക വേണ്ട. അതുകൊണ്ടാണ് മാക്സിമം കുറച്ച് ഗൈഡ് ലൈൻ എടുക്കാൻ പറ്റും. ഓക്കെ, ഗൈഡ് ലൈൻ കുറച്ച്
നമ്മുടെ പൊസിഷൻ നമ്മൾ ഈ സൈഡിൽ നിന്ന് നമ്മുടെ സൈഡിൽ കൊണ്ട് ഓട്ടോമാറ്റിക് നമ്മൾ അറിയാതെ കട്ട് ചെയ്ത് പോകും. അങ്ങനെയാണ്. എത്ര എക്സ്പെർട്ട് ആണെങ്കിലും എത്ര എക്സ്പീരിയൻസ് ആവുന്നവരെ നമ്മൾ നിൽക്കുന്ന ആംഗിളിലേക്ക് നമ്മൾ കൊണ്ടുവരും. അപ്പം നമ്മുടെ ആംഗിളിൽ ഒത്തിരി ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മൾ നിൽക്കുന്ന പൊസിഷൻ ഉണ്ട്, ക്ലയൻറ്റിൻ്റെ പോസ്റ്റർ, നമ്മുടെ പോസ്റ്റേഴ്സിലൊക്കെ ഒത്തിരി ഇമ്പോർട്ടൻസ് ഉണ്ട്. ക്ലയൻറ്റ് ഇതുപോലെ അടങ്ങി ഒതുങ്ങിയിരിക്കുന്ന ക്ലയൻസ് ആയിരിക്കില്ല, അങ്ങനെയുണ്ട്. അവരിതിനനുസരിച്ച് മൂവ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മുടെ ഡ്യൂട്ടിയാണ് ക്ലയൻസിൻ്റെ ഓരോ സെക്ഷൻ ചെയ്ത് കട്ട് ചെയ്യുമ്പോഴും സ്ട്രൈറ്റ് ആയിട്ട് വയ്ക്കുന്നത് നമ്മുടെ ഡ്യൂട്ടി. കോമ്പോ ഒപ്പം പോകണം, ടെയിൽ കോമ്പോ ഒപ്പം പോകണം. ഗുഡ്. ഹോൾഡ് ചെയ്തു. യെസ്, ഗുഡ്. ടേൺ കണ്ടോ, ഇവിടുന്ന് കൈ സ്ട്രൈറ്റ് ആയി പോയി മൂവ് ടു 45 ഡിഗ്രി. ഓക്കെ ആണല്ലോ. ഗൈഡ് ലൈൻ വന്നു, സ്ട്രൈറ്റ് കട്ട്. എന്താ ചെയ്യും, കുറച്ചും കൂടി താഴ്ന്നു. സ്ട്രൈറ്റ് കട്ട്. ഫേസ് ഫ്രെയിമിങ് കണ്ടോ. പക്ഷെ ഇവിടെ സ്മൂത്ത് ഹെയർ ആയതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ഈ ഔട്ടർ കേഴ്സ് ഇങ്ങനെ വരില്ല. നമുക്ക് സെറ്റ് ചെയ്യുമ്പോൾ ഇതാവും കണ്ടോ. അപ്പോൾ ഇതിൽ ചെറിയ മിസ്സിങ് വന്നിട്ടുണ്ട്, കണക്ഷൻ ഡിസ്കണക്റ്റഡ് ആയിപ്പോയി, മനസ്സിലാകുന്നുണ്ടോ. അത് നമ്മൾ ഹോൾഡിങ്ങിൽ എന്താ വ്യത്യാസം വന്നെന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യാം. കൈയോടെ ചെക്ക് ചെയ്ത് പോയാൽ മതി. വെച്ച ശേഷം വെർട്ടിക്കൽ സെക്ഷൻ, ഈ ആംഗിളിൽ നിന്ന് കൊണ്ടുവന്നു അല്ലേ. സ്ട്രെയിറ്റ് ആയിട്ട് ഇവിടുന്ന് സ്ട്രെയിറ്റ് ആയിട്ട് പോരണം. 45 ഡിഗ്രിയിലേക്ക് വന്നു, കറക്റ്റാണ്. ഇവിടെ ചെറിയൊരു ലെങ്ത്തിൽ വേരിയേഷൻ വന്നതുകൊണ്ടോ. ഇതിന് കണക്ട് ചെയ്ത് പോകുമ്പോൾ ബാക്കിലേക്ക് പോകും തോറും ലെങ്ത്തിൽ വേരിയേഷൻ വരും. പോയിന്റ് പോലും വ്യത്യാസം വരാൻ പാടില്ല. ക്ലൈൻറ്റിൻ്റെ ഫേസിലേക്ക് ഒരിക്കലും വെള്ളം വരാൻ പാടില്ല. അത് എപ്പോഴും ശ്രദ്ധിച്ച് വേണം നമ്മൾ ചെയ്യാനായിട്ട് കേട്ടോ. ഹൈജീനിക് അല്ലാത്ത കാര്യങ്ങളാണ് അങ്ങനെ ചെയ്യുമ്പോൾ. സ്കാൽപ്പിനോട് ചേർത്തു കോംബ് ചെയ്തു, ആംഗിൾ സി വ്യത്യാസം വന്നതുണ്ടോ. ഇത്ര ലെങ്ത്ത് വ്യത്യാസം വന്നു. അപ്പോൾ നമ്മളിത് ചെക്ക് ചെയ്യില്ല എന്നുണ്ടെങ്കിൽ എന്തുണ്ടാവും, ഇതനുസരിച്ചിട്ട് ബാക്ക് സൈഡ് വരെ നമ്മുടെ നെയ്പ്പ് ഏരിയ വരെ അങ്ങനെ ഈ ഗൈഡ് ലൈനെ ഫോളോ ചെയ്ത് പോകുമ്പോൾ ലെങ്ത്തിൽ ഒത്തിരി വേരിയേഷൻ വരും. ഇവിടെ ഗൈഡ് ലൈൻ ഉണ്ട്, പിന്നെ ശ്രദ്ധിക്കുക. അപ്പോൾ ഡിസ്കണക്ഷൻ ഉണ്ടാവില്ല കണ്ടോ. അടുത്ത സെക്ഷൻ